കുട്ടികളെ പരിപാടിയൊക്കെ വീക്ഷിക്കാൻ വേണ്ടിയിട്ട് എത്തിയതാണ്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1500ാമത്തെ ജന്മദിനം ആഘോഷിക്കുകയാണ്. നമ്മളൊക്കെ മുസ്ലിം ഉമ്മത്താണ്. അപ്പോൾ ആ നിലയിൽ നമ്മളെന്ത് ചെയ്യണം? ഇസ്ലാമുമായിട്ടൊരു ബന്ധം വേണം. വെറും മൗലിദ് കഴിക്കുക, ഒരു പരിപാടിയാക്കുക, കുട്ടികളുടെ ദഫ് പ്രദർശനം, ഇത് മാത്രമായിപ്പോരാ. നബിനെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം. എന്നാൽ മാത്രമേ നമ്മൾ മൂമിനാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നാം എല്ലാവർക്കും നൽകുമാറാകട്ടെ. നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തിന് നമ്മളെല്ലാം അർഹരാകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്റ്റേജിലിരിക്കുന്ന പണ്ഡിതന്മാര്, മറ്റു കമ്മിറ്റി ഭാരവാഹികളുടെ സ്വാഗത സംഘം, കമ്മിറ്റി, മറ്റു സഹോദര സഹോദരിമാര്, കൂടുതലായിട്ട് ഒന്നും പറയാൻ നിൽക്കുന്നില്ല. കാരണം നമ്മൾ 7:30 മണിക്ക് കുട്ടികളുടെ മത്സരം ആരംഭിക്കുമെന്ന് പറഞ്ഞതാണ്. സമയം കുറച്ച് വൈകിട്ടുണ്ട്. എന്നാലൊരു 10 മിനിറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. മക്കൾ വല്ലാണ്ട് ശബ്ദം ഉണ്ടാക്കുന്നുണ്ടോ? എൻ്റെ കൂടെ എല്ലാവരും ഒന്ന് പാടിയ യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സയ്യിദി യാ ഹബീബല്ലാഹ് യാ സയ്യിദി യാ സയ്യിദി യാ റഹ്മത്തല്ലാഹ് യാ സയ്യിദി യാ ശഫീഅല്ലാഹ്. ബഹുമാന്യമുള്ള സഹോദരങ്ങളെ, അള്ളാന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാം നമ്മുടെ പ്രോഗ്രാമിന് നാമമിട്ടിരിക്കുന്നത് ഇഷ്കെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പടി മുകളിലാണ് ഇഷ്ക് എന്ന് പറയുന്നത്. ഇഷ്ക് എന്ന് പറഞ്ഞാലും അതിന്റെ അർത്ഥം മഹബ്ബത്തിനേക്കാളും ഒരുപടി മുകളിൽ നിൽക്കുന്ന ഇഷ്ക്. ആ ഇഷ്ക് പേരിൽ മാത്രം ഒതുങ്ങിക്കൂടാ. നേരത്തെ നമ്മൾ അസീസ് മാസ്റ്റർ പറഞ്ഞതുപോലെ ഹബീബിന്റെ ജന്മദിനത്തിനോടനുബന്ധിച്ച് എന്തെങ്കിലും സ്നേഹം, ആ റസൂലുള്ളാഹിനോടുള്ള സ്നേഹം ഹൃദയത്തിൽ കൊണ്ടുവരികയും 1500 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ജീവിതത്തിന്റെ മാർഗം എന്താണ് എന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ സ്വഭാവത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ കാന ഖുലുഖുൽ ഖുർആൻ, അള്ളാന്റെ റസൂലിന്റെ സ്വഭാവം ഖുർആനായിരുന്നു എന്നാണ് പറഞ്ഞത്. ആ വിശുദ്ധ ഖുർആനിന്റെ സ്വഭാവം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ആ ഇഷ്ക്, ആ റസൂലുള്ളാഹിനോടുള്ള ഇഷ്ക് അത് നമ്മുടെ ഹൃദയത്തിൽ പടർന്നുകൊണ്ടേയിരിക്കണം. മദീന, മദീന എന്ന് പറഞ്ഞാൽ തന്നെ ആ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ എത്തിയപ്പോഴാണ് മദീന മദീനയായത്. അള്ളാന്റെ റസൂലിനെ തെരഞ്ഞെടുത്ത് ഈ ഭൂമി ലോകത്തേക്ക് അയച്ചത് തന്നെ മക്കയിലേക്കാണ്. മക്ക എന്ന് പറയുന്നത് ഉമ്മുൽ ഖുറ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം നമ്മളെ ഏതൊരു വിഷയത്തിന്റെയും പ്രകാശം ലഭിക്കുന്നത് അതിന്റെ സെന്ററിൽ നിന്നാണ്. അപ്പൊ നമ്മുടെ സ്റ്റേജിൽ കൃത്യമായിട്ട് ഒരു ബൾബേ ഉള്ളൂ എങ്കിൽ ആ ബൾബിന്റെ പ്രകാശം നാനാ ഭാഗത്തേക്കും അടിക്കണമെങ്കിൽ ആ പ്രകാശം സെന്ററിൽ നിന്ന് ഉദിക്കണം. ഭൂമിയുടെ സെന്ററാണ് വിശുദ്ധ മക്ക എന്ന് പറയുന്നത്. ആ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുന്ന ആ പ്രകാശം, നൂറ്, അത് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്കും അടിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മുൽ ഖുറയാകുന്ന മക്ക, ആ മക്ക എന്ന് പറയുന്ന ഭൂമിയുടെ സെന്ററിലേക്ക് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിക്കുകയാണ്.
ലോകത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും ഇസ്ലാം എത്തി. 1500 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ള ജീവിച്ചാലും അവിടെ നിന്ന് 40ാമത്തെ വർഷം അവിടെ നിന്ന് നുബുവത്ത് ലഭിച്ചു. ആ 40 വർഷത്തിൽ നുബുവത്ത് ലഭിച്ചു, വയസ്സിൽ നുബുവത്ത് ലഭിച്ച് 63ാമത്തെ വയസ്സിൽ വഫാത്താകുമ്പോൾ ആ 23 വർഷത്തിന്റെ ഇടവേളയിൽ ലോകം മുഴുവനും അചഞ്ചലമായ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നാളെ മഹ്ശറയിൽ വരുമ്പോഴും നമ്മളെ കൈയൊഴിഞ്ഞൊഴിഞ്ഞേക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ നമ്മുടെ കൈയൊഴിഞ്ഞേക്കാം. എന്നാൽ ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി അൻത ശംസുൻ അൻത ബദറുൻ അൻത നൂറുൻ ഫൗഖ നൂരി അൻത കസീറുൻ വആലി അൻത മിസ്ബാഹു സുദൂരി യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹി അലൈക്കും. അങ്ങ് എല്ലാത്തിനേക്കാളും ഉന്നതിയിലുള്ള പ്രകാശമുള്ള വ്യക്തിത്വമാണ്. ലോകത്തിന്റെ മുഴുവൻ മേഖലകളിലും പ്രകാശമെത്തിക്കാൻ അങ്ങേക്ക് കഴിഞ്ഞിട്ടുണ്ട് ഹബീബേ. ആ ഹബീബ് നമ്മുടെ ബാപ്പയും ഉമ്മയും ഭാര്യയും മക്കളുമൊക്കെ ഈ ഭൂമി ലോകത്ത് നിന്ന് മരണത്തോടുകൂടി ഇവിടെ നിന്ന് അസ്തമിക്കുമ്പോൾ ആ ഖബറിലേക്ക് നമ്മെ തേടി വരുന്നുണ്ട് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പണ്ടുള്ള സൂഫിയാക്കന്മാരൊക്കെ ഖബർ കുഴിക്കുമ്പോൾ പറയാറുണ്ട്, എന്റെ ഖബറിന്റെ ആഴം ഒന്നുകൂടി നിങ്ങൾ ആഴത്തിൽ കുഴിക്കണം. എന്തിനാണ് നിങ്ങൾ ആഴത്തിൽ കുഴിക്കുന്നതെന്നറിയുമോ? ഞാൻ എന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖബറിലേക്ക് വരുമ്പോ ഞാൻ എഴുന്നേറ്റ് നിൽക്കണ്ടേ. എന്റെ ഖബറിൽ ആദ്യമായി കാണിക്കപ്പെടുന്നത് ഹബീബിന്റെ ഫോട്ടോയാണ്. മൻ ഹാദാ, ഇത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഇതെന്റെ ഹബീബാണ്. ആ ഹബീബിനെ കാണുമ്പോൾ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ എന്റെ ഖബർ നിങ്ങൾ ആഴക്കര ഒന്നുകൂടി താഴ്ത്തി കുഴിക്കണമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ആ ഹബീബിന്റെ സ്നേഹമാണത്. ഹബീബിനെ സ്നേഹിച്ച എത്രയെത്ര മഹാന്മാരാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടത് ബഹുമാനപ്പെട്ട ബുഖാരി ഇമാം റഹിമഹുല്ലാഹ്. ഞാൻ ചുരുക്കുകയാണ്. ആ ബുഖാരി ഇമാം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ബാപ്പ വലിയ പണക്കാരനാണ്, വലിയ സമ്പന്നനാണ്. പക്ഷേ ബാപ്പ മരിച്ചപ്പോൾ ബുഖാരി ഇമാമിനാണ് ആ സമ്പത്ത് മുഴുവനും ലഭിച്ചത്. ആ സമ്പത്ത് മുഴുവനും ബുഖാരി ഇമാം റഹിമഹുല്ലാഹ് അവിടുന്ന് ചെലവാക്കിയത് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് രേഖപ്പെടുത്താൻ വേണ്ടിയാണ്. ലോകത്തിന്റെ വിവിധ മേഖലകളിൽ ഓടി നടന്നു. അവിടുന്ന് ഹദീസ് ശേഖരിക്കാൻ വേണ്ടി ആ കാശ് മുഴുവനും ചെലവഴിച്ചു. അദ്ദേഹം സ്വപ്നം കാണുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോകുമ്പോ ആ റസൂലുള്ളാഹിന്റെ ഓരോ ചെരുപ്പടി കാലിലും അതാ ബുഖാരി ഇമാം തന്റെ കാല് വെക്കുന്നതായി സ്വപ്നം കാണുകയാണ്. അന്വേഷിച്ചപ്പോൾ അവരെന്ന് പറഞ്ഞു, ആ റസൂലുള്ളാഹിന്റെ ഹദീസ് ഒരു അണുമണി തൂക്കം വ്യത്യാസമില്ലാതെ അവിടുത്തെ ഹദീസ് രേഖപ്പെടുത്താൻ അങ്ങക്ക് ഭാഗ്യം ലഭിക്കുമെന്ന പണ്ഡിതന്മാർ ആദ്യം മുന്നേ പറഞ്ഞു വെച്ചിരുന്നു. ആ ബുഖാരി ഇമാം റഹിമഹുല്ലാഹ് അതാ അവിടെ ഹദീസ് മുഴുവനും രേഖപ്പെടുത്തി. റസൂലുള്ളാഹിന്റെ ഹദീസ് ബുഖാരിയിൽ അതാ 7000-ഓളം ഹദീസാണ് രേഖപ്പെടുത്തിയത്. ഒരു ദിവസം ആ മക്കയുടെ മതിലിന്റെ അടുക്കൽ അതാ പണ്ഡിതനായ ഒരു മനുഷ്യൻ കിതാബ് നോക്കിക്കൊണ്ടിരുന്നു. ഇങ്ങനെ ഉറങ്ങിപ്പോയപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ വന്നുകൊണ്ട് ആ പണ്ഡിതനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഒരുപാട് കിതാബ് മുത്താലഅ ചെയ്യുന്നുണ്ട്, പക്ഷേ എന്തുകൊണ്ട് എന്റെ കിതാബ് നിങ്ങൾ മുത്താലഅ ചെയ്യുന്നില്ല? എന്റെ കിതാബ് എന്തുകൊണ്ട് നിങ്ങൾ വായിക്കുന്നില്ല? ഉടൻ തന്നെ പണ്ഡിതന്റെ ചോദ്യം, നബിയേ
അങ്ങയുടെ കിതാബ് ഏതാണ് നബിയേ? ഉടൻ തന്നെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അൽ ജാമിഉസ് സ്വഹീഹ്, ബുഖാരി ഇമാം രചിച്ച ജാമിഉസ് സ്വഹീഹാണ് എന്റെ ഗ്രന്ഥം, അത് നിങ്ങളൊന്ന് വായിക്കണേ. പ്രിയമുള്ളവരെ, ബുഖാരി ഇമാം റഹിമഹുല്ലാഹ് അവിടുന്ന് രാവിലെ മുഴുവനും കിതാബ് രചിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. രാത്രി എങ്ങാനൊന്ന് കണ്ണടച്ചാൽ സ്വപ്നത്തിൽ വരുന്നു ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ ബുഖാരി ഇമാമിന്റെ ഉസ്താദിന്റെ ഉസ്താദിൽപ്പെട്ട ആളാണ് ആ ശാഫിഈ ഇമാം റഹിമഹുല്ലാഹ്. പകൽ മുഴുവനും അല്ലാഹുവിന്റെ കിതാബ് പഠിപ്പിച്ചു കൊടുക്കുന്നു, കിതാബ് രചിക്കുന്നു. രാത്രി കണ്ണടച്ചാൽ അതാ സ്വപ്നത്തിൽ വരുന്നു ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ ഹബീബിനെ ഒന്ന് സ്വപ്നത്തിൽ കാണണ്ടേ? നാളെ മഹ്ശറിൽ വരുമ്പോൾ നമ്മുടെ ഉമ്മ നമ്മളെ തൊട്ട് പിൻവാങ്ങി പോകുകയാണ്, നമ്മുടെ ബാപ്പ നമ്മളെ തൊട്ട് പിൻവാങ്ങുകയാണ്. നമ്മുടെ വിചാരണ നടത്തുമ്പോൾ നമുക്ക് പരിചയമുള്ള നമ്മുടെ കുടുംബക്കാരുടെയും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും അടുക്കൽ വെച്ചുകൊണ്ട് നമ്മുടെ കിതാബുകൾ വായിക്കുമ്പോൾ ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. എന്തൊരു കിതാബാണ് ഇതിൽ! എല്ലാ ചെറുതും വലുതുമായ വിഷയങ്ങളും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ എന്ന് ജനങ്ങൾ ഇങ്ങനെ പറയുമ്പോ നമ്മുടെ മാതാവിന്റെ അടുത്ത് നിന്ന് വഷളാകാതിരിക്കാൻ, അല്ലെങ്കിൽ പിതാവിന്റെ മക്കളിൽ നിന്ന് വഷളാണുള്ളത് ഒരേ ഒരാള് മാത്രമാണ്, അത് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി. ما رأينا فيما مثل حسنك قط يا سيدي خير النبي. നബിയേ, അങ്ങ് ഞങ്ങളുടെ ബാപ്പയാണോ അല്ല, ഉമ്മയാണോ അല്ല, അതിനേക്കാളും എത്രയോ നേരെയാണ് അങ്ങയുടെ സ്നേഹം, അങ്ങയുടെ ഇഷ്ടം അതിനേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് ഞങ്ങളൊന്ന് രക്ഷപ്പെടുത്തണം ഹബീബേ എന്നതാ നമ്മളിങ്ങനെ മൗലിദിലൂടെ വിളിച്ചു പറയുന്നില്ലേ. ആ സ്നേഹിക്കുന്ന ഹബീബിനൊന്ന് സ്വപ്നത്തിൽ കാണാം. ബുഖാരി ഇമാം റഹിമഹുല്ലാഹ് കണ്ടു, ശാഫിഈ ഇമാം റഹിമഹുല്ലാഹ് കണ്ടു, അതുപോലെ തന്നെ വലിയ വലിയ പണ്ഡിതന്മാരും ആലിമീങ്ങളും സാലിഹീങ്ങളും കണ്ടു. ആ ബുഖാരി ഇമാം റഹിമഹുല്ലാഹ് മരണപ്പെടുന്നത് ഒരു ചെറിയ പെരുന്നാളിനായിരുന്നു. ആ ചെറിയ പെരുന്നാളിന് അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ സ്വപ്നം കാണുകയാണ്. അതെ, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്നത്. ഉടൻ തന്നെ ഹബീബിന്റെ മറുപടി, അത് എന്റെ സുഹൃത്തായ ബുഖാരി ഇമാമിനെയാണ്. ബുഖാരി ഇമാം റഹിമഹുല്ലാഹ് മരണപ്പെടുന്ന ഒരു ചെറിയ പെരുന്നാളിനാണ്. അദ്ദേഹത്തെ കൊണ്ടുപോയി കബറടക്കി. കബറടക്കിയ ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ കബറിന്റെ ചുറ്റും അതാ കസ്തൂരിയുടെ വാസനയാണ്. ജനങ്ങൾ മുഴുവനും ആ മണ്ണെടുത്തു കൊണ്ടുപോകാൻ തുടങ്ങി. കബർ ഇടിഞ്ഞു പോകുമോ എന്ന് ഭയപ്പെട്ടതുകൊണ്ട് അന്നത്തെ ഗവൺമെന്റ് മണ്ണെടുക്കുന്നത് ക്യാൻസലാക്കിയതാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബിനെ വല്ലാതെ സ്നേഹിക്കണം. ആ സ്നേഹത്തിന്റെ ഭാഗമാണ് നമ്മുടെ ജീവിതം ധന്യമാക്കുക എന്നുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5 നേരത്തെ നിസ്കാരം നമ്മൾ മുടങ്ങാതെ കൃത്യമായി നിസ്കരിക്കണം, അയൽപക്ക ബന്ധം പുലർത്തണം, പാവങ്ങളെ സഹായിക്കണം. ഇതെല്ലാം ഈ ഇഷ്ടിന്റെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കി എല്ലാവരും ഹബീബിന്റെ ചര്യയിലൂടെ പിൻപറ്റി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.